ഹലോ ഗേസ്, ഞാനിപ്പോൾ ഉള്ളത് മൺട്രോയിലാണ്. അപ്പോൾ നമ്മൾ ബോട്ടിങ്ങിന് പോകാൻ എത്ര രൂപയായതിൽ നമുക്ക് റേറ്റൊക്കെ തിരക്കാം. ട്രിപ്പ് പോയിട്ട് ഒരു 2 മണിക്കൂർ എടുക്കുന്ന ട്രിപ്പ് പോയിട്ട് ഒരാളെ കൊണ്ടുപോയാലും 7 പേരെ കൊണ്ടുപോയാലും ഒറ്റ റേറ്റ് 1000 രൂപ. 1 അവർ 500 രൂപ. മണിക്കൂർ 500 രൂപ ഗവൺമെൻറ് നിശ്ചയിച്ചേക്കുന്ന തുക. ഇത് എവിടം വരെ പോകുന്നത്? ഇത് നമ്മൾ 2 മണിക്കൂർ റൗണ്ട് ട്രിപ്പ് പോയിട്ട് കണ്ടൽക്കാട് മെയിനായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും 1 അവറാണ്. നമ്മുടെ ഈ സൈറ്റിൽ നിന്നാണ് മെയിൻ മൺട്രോയിലിൻ്റെ മെയിൻ സ്ഥലമായ ആർച്ചുണ്ട്, മാംഗ്രൂവ് കറുണ്ട്, അതിൽ പോയിട്ട് 1 അവർ. ഭയങ്കര വെയിലല്ലേ? ഒത്തിരി പേരൊക്കെ വരുന്നുണ്ടോ? ശരിക്കാണ്, ഇന്നൊക്കെ നല്ല തിരക്കാണ്. അപ്പോൾ ശരി, ഞങ്ങൾ കയറിക്കോട്ടെ. കയറി. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്, നമുക്ക് കാണാം. ഞങ്ങൾ ഇതിനകത്ത് കയറിയത് 2 മണിക്ക് ശേഷമായിരുന്നു. അതുകൊണ്ട് നന്നായിട്ട് ചൂടായിരുന്നു, ഭയങ്കരമായ വെയിലായിരുന്നു. അപ്പോൾ നമുക്ക് വെയിലൊട്ടും സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. എന്നും നല്ല ഭംഗിയാണ്, കണ്ടുകൊണ്ടിരിക്കാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഇവിടെ വരണം. നല്ല കുറഞ്ഞ റേറ്റിലാണ് നമുക്ക് ഈ സൗകര്യങ്ങളൊക്കെ ഒപ്പിച്ചു തരുന്നത്. ഇതിനു വേണ്ടി സൗകര്യങ്ങളൊക്കെ ഒപ്പിച്ചു തന്നത് ഈ ചേട്ടനായിരുന്നു. ഇവിടെ കുറച്ച് ആഴം കുറഞ്ഞ സ്ഥലമാണുള്ളത്. അപ്പോൾ ഇവിടെ അപകടമൊന്നുമില്ല എന്നാണ് ഈ ചേട്ടൻ പറയുന്നത്. അപ്പം നമുക്ക് അവിടെ തന്നെ നമ്മുടെ വഞ്ചിയൊക്കെ നിർത്തിയിട്ടിട്ട് നമുക്ക് വെള്ളത്തിലിറങ്ങി കളിക്കാനൊക്കെ പറ്റുന്ന ഒരു സൗകര്യമുണ്ട്. പിള്ളേരൊക്കെ ഇറങ്ങി കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വലിയ ആഴമൊന്നുമില്ല, ചെളി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മധ്യഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ബോട്ടിനകത്ത് കുറച്ച് പേര് പാട്ടൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഡാൻസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു, ഇത് കാണാൻ നല്ല രസമായിരുന്നു. ഇതിൻ്റെ അകത്തൂടെ അപ്പുറം ഇറങ്ങല്ലേ? കണ്ടോ ഗൈസ്, നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഈ ചെറിയ കുറേ കണ്ടൽ കാടുകൾ നിൽപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ അപ്പുറത്ത് പോകാൻ പറ്റും. ഇത് ഏറ്റവും ഭംഗിയുള്ള സ്ഥലം ഇതാണ്. മെയിൻ പോയിന്റ്, മൺട്രോയുടെ മെയിൻ പോയിന്റ് ഇതാണ്. ഭംഗിയാണ്. ഇപ്പം നല്ല കാറ്റുണ്ട്. ഇവിടെ ഇത്തിരി വെയിൽ കുറവുണ്ട്. പിന്നെ നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പം എത്തിയതിനടുത്ത് തന്നെ ഈ മീൻ വളർത്തുന്ന ഒരു സ്ഥലമുണ്ട്. ഇങ്ങനെ 4 ചുറ്റും കെട്ടിയിട്ടിട്ട് അവിടെ ഒരുപാട് മീൻ വളർത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ കണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് അപ്പുറം ഇറങ്ങേണ്ടി വരും. അപ്പോൾ നമ്മൾ നന്നായിട്ട് താഴെ ഇറങ്ങിയിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ അപ്പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിത് കാണാം. വേണ്ട കേസ്, ഇത് നമ്മൾ നേർന്നിരിക്കുകയാണെങ്കിൽ നമ്മുടെ തല തട്ടും. അപ്പോൾ ഇങ്ങനെ കുനിഞ്ഞിരിക്കണം, അതിൻ്റെ അടിയിൽ കൂടെ പുറത്തിറങ്ങണമെന്നുണ്ട്. അയ്യോ, അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട്. ഇത്രയും മണിക്കൂർ ഇങ്ങനെ വെയിൽ കൊണ്ട് പോകുമ്പോഴേ, പക്ഷേ ഡെയിലി ഇല്ലേ ഇത്? ഡെയിലി കൂടുതലും വലിയ ആഴമില്ല. ഇല്ല, നടക്കാൻ പറ്റുമോ ഇറങ്ങി ഇവിടെയൊക്കെ? ഇല്ല ഇല്ല, ഇതൊരു അപകടം വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. ഹലോ ഗേസ്, അപ്പോൾ ഈ ചേട്ടൻ പറയുന്നത് ഇവിടെ അപകടമൊന്നും ഉണ്ടായിട്ടില്ല, നമുക്ക് പരിചയമുള്ളവർക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്ന സ്ഥലമാണ് എന്നാണ് പറയുന്നത്. പക്ഷെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇവിടെ വരണം. ഞങ്ങൾ ഇനിയും വരും. കാര്യം അത്രയ്ക്ക് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ ഭയങ്കര ഞങ്ങൾ വന്ന ടൈം ആ സമയമായിരുന്നു. പക്ഷേ ഭയങ്കരമായ വെയിലായതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങുകയാണ് ചെയ്തത്.
രാവിലെ ഒരു 11 മണിക്ക് മുന്നെയോ 4 മണിക്ക് ശേഷം, വൈകുന്നേരം 4 മണിക്ക് ശേഷം വരുവാണെങ്കിൽ നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ വെയിൽ കുറവായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം. പിന്നെ എല്ലാവരും ഇവിടെ വരണം. നല്ല സ്ഥലമാണ്, നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ്. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.